നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിക്കാരും ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. ഈ പ്രകടന പത്രികയിൽ ധാരാളം ക്ഷേമകാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളം പണം ആവശ്യമുണ്ട്. പക്ഷേ ഒരു പാർട്ടിക്കാരും ഈ പണം എങ്ങനെ സ്വരൂപിക്കുമെന്ന് പറയുന്നില്ല. ഒരാൾ കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെക്കാളും കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മറ്റേ പാർട്ടി ചെയ്യുമെന്ന് പറയും. അങ്ങനെ ജനങ്ങളെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 10-30 വർഷങ്ങൾക്ക് ബാക്കിലുള്ള ഒരു ജനതയല്ല ഇന്ന് കേരളത്തിൽ താമസിക്കുന്നത്. കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജനങ്ങളാണ് കേരളത്തിൽ നിവസിക്കുക. ഇപ്പോൾ ഈ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ധാരാളം പണം ആവശ്യമുണ്ട്. കോടാനുകോടി രൂപയുടെ ആവശ്യം വരും. ഇന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഖജനാവ് കാലിയാണ്. ഏകദേശം 5 ലക്ഷം കോടിയോളം, 5 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കൊന്നുമല്ല, കോടിയോളം കേരളം കടത്തി മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കടം പേടിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ കൂടുതൽ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇതെല്ലാം കൂടെ വേൾഡ് ബാങ്കിലോ എവിടെ വേണമെങ്കിലും പണയം വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കിട്ടും. അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പക്ഷേ നമ്മൾ ആലോചിക്കുക, ഈ കടങ്ങൾ മേടിക്കാതെ കേരളത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുമാനം ഉണ്ടാക്കി എങ്ങനെ കടം വീട്ടാം എന്നെന്തേ ഒരു രാഷ്ട്രീയ കക്ഷികളും പറയുന്നില്ല. അവർ ചെയ്യാമെന്ന് പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഓരോ രാഷ്ട്രീയ കക്ഷികളോടും ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെന്തോ മന്ത്രവാദങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളോട് തുറന്നു പറയും, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് ഞങ്ങളോട് പറയും. അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തികളെ, ക്വാളിറ്റി ഉള്ളവരെ, ഭരിക്കാൻ കഴിവുള്ളവരെ, നമുക്കങ്ങനെ വിശ്വാസമുള്ളവരെ മാത്രം വോട്ട് ചെയ്യുക. നമ്മൾ വോട്ട് ചെയ്യുന്ന വേറെ ഒരു വ്യക്തികളും അറിയത്തില്ല. അതാണ് ഈ ജനാധിപത്യ ക്രമത്തിലുള്ള വോട്ടിംഗ് സമ്പ്രദായം. അതാണ് നമ്മൾ ചെയ്യുന്ന വോട്ട് നമ്മൾ മാത്രമേ അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് നല്ല വ്യക്തികളെ, ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും നല്ല നല്ല വ്യക്തികളെ നിർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല പാർട്ടി, ഏറ്റവും നല്ല വ്യക്തികളെ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വ്യക്തികളെ, കഴിവുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുക, അവർക്ക് വോട്ട് ചെയ്യുക.